കൊച്ചു തൊട്ടേ ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ ദൗത്യങ്ങൾ, മിഷനുകൾ പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. കുറേ ഓൺട്രപ്രനേഴ്സ് ഉണ്ട്. ഐ എം നോട്ട് റിക്വയർഡ് എലോൺ ടു ചേഞ്ച് ഇന്ത്യ. പണം സമ്പാദിക്കുക, നമ്മളെ സ്ഥാപനം മുന്നോട്ട് പോവുക, അതിലപ്പുറം ഒരു ലൈഫിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? വരുമ്പോൾ ഒന്നില്ലാണ്ടാ വന്നത്, പോകുമ്പോഴും ഒന്നില്ലാണ്ടാ പോകുന്നത്. പാഷൻ മാത്രമുള്ളത് കൊണ്ടായില്ല. ഫീഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ, ക്രിയേറ്റ് ന്യൂ ജോബ്സ്. അപ്പോൾ അതാണ് മെയിൻ ഒബ്ജക്റ്റീവ്. അത് ഒരു പക്ഷേ അവരുടേത് കൂടി ഒരു പ്രശ്നമായിരിക്കില്ലേ? The nature itself is like that. No pain, no gain. So you have to go through some pain to get some gain. ലൈഫിലും കുറേ സ്ട്രഗിൾസും. ലൈഫിൽ സ്ട്രഗിൾസ് വേണം, ഇല്ലെങ്കിൽ വൺ സ്റ്റോറിയിലേക്ക് സ്വാഗതം. എനിക്കൊപ്പം ആൽബർട്ട് ഫെർണാണ്ടോ, CEO ആണ് ട്രാവൽ വിങ്സിൻ്റെ. സ്വാഗതം. നമസ്കാരം. ഞാൻ യാത്ര വലിയ തോതിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ മുമ്പ് ഞാൻ കേട്ടതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കഥ എന്ന് പറഞ്ഞത്, കഥയല്ല, വെള്ളം എന്നത് അതിങ്ങനെ ഫ്ലോ ചെയ്ത് പോകണമെന്നാണ്. അതെപ്പോൾ ഡേർട്ടി ആവുന്ന അവസ്ഥ, അതായത് ബ്ലോക്ക് ചെയ്യപ്പെടുമ്പോഴാണ്. അപ്പം മനുഷ്യരും അതേപോലെ തന്നെ നിരന്തരമായിട്ട് പല സ്ഥലങ്ങളിലേക്ക് അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണം എന്നാണ്. അതാണോ ഒരു പാഷനായിട്ട് ആൽബർട്ടും നേരത്തെ മുതൽ തന്നെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്? എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. കൊച്ചു തൊട്ടേ ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ബിക്കോസ് ഞാൻ ജനിച്ചു വളർന്നൊക്കെ ഇവിടെയാണ്, UAE തന്നെ. അപ്പോൾ കൊച്ചിലിരിക്കുമ്പോൾ അമ്മയും അച്ഛൻ്റെ കൂടെ ട്രിവാൻഡ്രത്തിലേക്ക് പോകും, പിന്നെ അവിടുന്ന് നാഗർകോവിലേക്ക് പോകും, തിരിച്ചു വരും. സോ ആ സമയത്ത് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ തന്നെ ദ കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ദി ഹാസ് ടു ഗോ ത്രൂ പ്ലാനിങ്, അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് തൊട്ടേ ഞാൻ വിചാരിക്കും ഇതെങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റും, എങ്ങനെ ബെറ്റർ ആക്കാം. സോ കൊച്ചു തൊട്ടേ ഒരു 10-12 വയസ്സ് തൊട്ടേ എനിക്ക് ട്രാവലിൽ ഒരു ഭയങ്കര ഒരു പാഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പാഷനിൽ തുടങ്ങിയ കഥയാണ് എനിക്ക് ട്രാവൽ ഇൻഡസ്ട്രിയിലത്തെ ജേർണി. പഠിച്ചതൊക്കെ UAE തന്നെ? പഠിച്ചതെല്ലാം, ജനിച്ചും പഠിച്ചതെല്ലാം ഇവിടെ തന്നെ. ഈ UAE എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു താല്പര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഏത് ഡെസ്റ്റിനേഷനിലേക്കും യാത്ര ചെയ്യാൻ എളുപ്പമാണ്. എല്ലായിടത്തേക്കും സർവീസുകളുണ്ട്. പല നിലക്കും ഗുണകരമായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനിലാണ് നമ്മളിപ്പം ഈ ദുബൈയിലാണ് നിൽക്കുന്നത്. അത് ആ പാഷനെ കുറേ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ടാവില്ലേ? ഇപ്പോൾ നിങ്ങൾ UAE നോക്കിയാൽ ഇപ്പോൾ എല്ലാവരും മറ്റു സ്ഥലത്ത് പോകാൻ തുടങ്ങിയത് ഒരു 10-12 ഇയേഴ്സ് ആയിട്ടേ ഉള്ളൂ. അതിനു മുമ്പ് എല്ലാവരും ഇവിടെ ഇരിക്കും, നാട്ടിൽ പോവും, തിരിച്ചു വരും, അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾക്കാർ കുറേ കൂടുതൽ പോകുമ്പോൾ നമ്മൾ കുറേ പഠിക്കുന്നുണ്ട്, പുതിയതായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വേറെ കുറേ ഇന്നോവേഷൻസ് എങ്ങനെ ചെയ്യാൻ പറ്റുമോ, എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുക പുതിയതായിട്ട് എന്തെങ്കിലും, അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആൽബർട്ടിന് തന്നെയൊക്കെ ആ പേര് തന്നെ വ്യത്യസ്തമാണ്, ആൽബർട്ട് ഫെർണാണ്ടോ. അതോടൊപ്പം തന്നെ ട്രാവൽ വിങ്സ്, യാത്രയും ചിറകുകളും, ഇതൊക്കെ ഒരു യുണീക്കായിട്ട് ഫീൽ ചെയ്യുന്നു. travelwings.com എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെ ഞങ്ങൾ കുറേ പേര് നോക്കിക്കൊണ്ടിരുന്നു, വിച്ച് നെയിം വി ഷുഡ് ടേക്ക് ഓൺ ബോർഡ് ആൻഡ് സ്റ്റാഫ് ലൈക്ക് ദാറ്റ്. അങ്ങനെ നോക്കുമ്പോൾ ഞാനും എൻ്റെ മെയിൻ ചെയർമാൻ ഇൻവെസ്റ്ററും ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി അവിടെ ഒരു കോഫി ഷോപ്പിലായിരുന്നു. ഒരു കുട്ടി അവിടെ നിന്നിട്ട്, "മാമി, ഐ വിഷ് ഐ ഹാഡ് വിങ്സ് ടു ഫ്ലൈ." അപ്പോൾ when we saw there was a lot of joy, a lot of depth in that whole thing, ട്രാവൽ ആൻഡ് വിങ്സ്. അപ്പോൾ അങ്ങനെ വന്ന പേരാണ് travelwings.com. പക്ഷേ എമിറേറ്റ്സ് എയർലൈൻസ് പോലുള്ളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പം വളരെ കംഫർട്ടബിളായൊരു പൊസിഷനിൽ നമ്മൾ ഒരു റിസ്ക് എലമെൻ്റ് കൂടി ഉണ്ടല്ലോ, ഒരു സ്ഥാപനം തുടങ്ങി അതിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ളത്. എന്തായിരുന്നു ആ തീരുമാനത്തിന് പ്രേരിപ്പിച്ച ഘടകം? ആ തീരുമാനം എന്ന് പറഞ്ഞാൽ എനിക്കൊരു വിഷൻ ഉണ്ടായിരുന്നു കൊച്ചു തൊട്ടേ. 12 വയസ്സ് തൊട്ടേ ഐ വോണ്ടഡ് ടു ഇന്നോവേറ്റ് ട്രാവൽ. ഞാനൊരു ടെക്കിയായിരുന്നു. ഐ വാസ് എ ഹാർഡ് കോർ ടെക്നോളജി ഗൈ. സോ കുറേ കോഡിങ് ചെയ്യും, C++ലും ഇതിലും സ്കൂളിൽ പഠിക്കുമ്പോൾ. ആൻഡ് ഐ ഓൾവേസ് വോണ്ട് ടു ഡു സംതിങ് ഇൻ ദ ട്രാവൽ ഇൻഡസ്ട്രി. ഇപ്പോൾ 12th കഴിഞ്ഞ ശേഷം എൻ്റെ അമ്മ വന്നിട്ട് ഇവിടുത്തെ ഒരു സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. അപ്പോൾ ഐ ടോൾഡ് മൈ മദർ ദാറ്റ് ഇഫ് ഐ വോണ്ട് ടു ഇന്നോവേറ്റ് ട്രാവൽ, അതിൻ്റെ DNA എനിക്ക് ഫസ്റ്റ് പഠിക്കണം. ഗ്രാസ് റൂട്ടിൽ അതെങ്ങനെ നടക്കുന്നുണ്ടോ അതെനിക്ക് പഠിക്കണം. ആ ജേർണിയിൽ we realized that I can only do that if I start working at a very early age ഫ്രം ദ ഗ്രാസ് റൂട്ട് ഓഫ് ട്രാവൽ. അപ്പോൾ അങ്ങനെ 17 വയസ്സിൽ ദൈവം സഹായിച്ച് നാട്ടിൽ തന്നെ ജോലി കിട്ടി. അപ്പോൾ അവിടെ കോൾ സെൻറ്ററിൽ സ്റ്റാർട്ട് ചെയ്തു, പിക്കിംഗ് അപ്പ് കോൾസ്, കൗണ്ടേഴ്സിലുണ്ടായിരുന്നു, ഇഷ്യൂഡ് ടിക്കറ്റ്സ് എല്ലാം ചെയ്തു. പിന്നെ കുറേ കൊല്ലം കഴിഞ്ഞിട്ട് തന്നെ ഐ റിയലൈസ് കുറേ പഠിച്ചു, എല്ലാം പഠിച്ചു എന്നില്ല, കുറേ പഠിച്ചു. സ്റ്റാർട്ട് ടേക്കിംഗ് ഇറ്റ് ഇൻ ടു ഇ-കോമേഴ്സ് ബിസിനസ്. അപ്പോൾ നാട്ടിൽ തന്നെ ഐ ഇവൻച്വലി ബിക്കെയിം ദ ഹെഡ് ഓഫ് ഇ-കോമേഴ്സ്. ഐ വാസ് ടേക്കിംഗ് കെയർ ഓഫ് travel.com. അതിനുശേഷം ഇതൊരു ഗ്ലോബൽ ബ്രാൻഡ് ആക്കണമെന്ന് ഒരു പാഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഒരു 13-14 വർഷത്തിന് ശേഷം
മൂവ്ഡ് ഓൺ. പക്ഷേ ആ സമയത്തുള്ള തുടങ്ങിയത് travelwings.com. ഏത് ഇയറിലാണ് ഇത് തുടങ്ങുന്നത്? ട്രാവൽ വിങ്സ് തുടങ്ങിയത് 2016 പക്ഷേ അതിന് മുമ്പ് എനിക്ക് 2 ഫെയിലിയേഴ്സ് ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് വാട്ട് മേക്സ് യു ബെറ്റർ. എല്ലാം നമുക്ക് അറിയുന്നത് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം അന്ന് കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇപ്പോഴും എമിറേറ്റ്സിലൊക്കെ തുടരുന്നുണ്ടാവും. അതെ, കുറേ പേരുണ്ട്. അപ്പോൾ അതിനുശേഷം കുറേ പേര് എന്നെ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പിന്നെ ഞാൻ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്നുള്ളത്, പ്രത്യേകിച്ച് ട്രാവൽ വിങ്സിൻ്റെ അതിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെ ഡിഫറെൻ്റാണ്. പല രാജ്യങ്ങളിലും ഇപ്പം ചെയ്തിരിക്കുന്ന CSR എന്നുള്ളത് എല്ലാ കമ്പനികളും ഇപ്പം വലിയൊരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുക. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ ദൗത്യങ്ങൾ, മിഷനുകൾ, ഇതൊക്കെയും ആണ് ട്രാവൽ വിങ്സ് ഇപ്പോൾ പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ഒരു 3 ഇതായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കാം. സോ 1 ഈസ് യുവർ പാഷൻ. ആ പാഷനിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് travelwings.com ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പാഷൻ കൊണ്ട് എന്ത് ചെയ്യണം? ഫീഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ, ക്രിയേറ്റ് ന്യൂ ജോബ്സ്. അപ്പോൾ അതാണ് മെയിൻ ഒബ്ജക്റ്റീവ്. അതായത് പാഷൻ മാത്രമുള്ളത് കൊണ്ടായില്ല. അതെ. സോ ആ ഒബ്ജക്റ്റീവിനെ കൊണ്ട്, ഈ പാഷനെ കൊണ്ട് എങ്ങനെ അത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ നോക്കുന്നത്. സോ അതുകൊണ്ട് ദൈവം സഹായിച്ച് കുറേ കൺട്രീസ് ചെയ്തു, കുറേ ഇനിയും ചെയ്യണം. ഞങ്ങൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ, ഇനി കുറേയും ചെയ്യണം. അതിനുവേണ്ടി ഈ കമ്പനി ഒന്ന് വളരുമ്പോൾ എല്ലാം നടക്കും. അതോടൊപ്പം തന്നെ ഈ ആഫ്രിക്കൻ മേഖല എപ്പോഴും മലയാളികൾക്ക് അത്ര പരിചിതമല്ല. ആളുകൾ കുറച്ചൊക്കെ പോകുന്നുണ്ട് എന്നതിലപ്പുറത്ത് ആ റീജിയൻ്റെ ഒരു പിന്നെ അവിടെയാണ് കൂടുതൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു തോന്നലും കൂടി ഉണ്ടാവില്ലേ? അതിനൊരു മെയിൻ റീസൺ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ കുറേ ഓൺട്രപ്രനേഴ്സ് ഉണ്ട്. ഐ എം നോട്ട് റിക്വയർഡ് എലോൺ ടു ചേഞ്ച് ഇന്ത്യ. There are more than 1,000 amazing people to take care of that country. അങ്ങനെ ബാക്കിയുള്ള ലോകത്തിലും കുറേ പേരുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങൾ ആരും അത്ര കാണുന്നില്ല. അപ്പോൾ ആ മക്കൾ എങ്ങനെ വളരും? ഹൗ വിൽ ദേ ഗ്രോ? സംബഡി ഹാസ് ടു ടേക്ക് എ സ്റ്റെപ്പ് അല്ലേ? സോ ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് ട്രിഗേർഡ് മീ. സോ ഞങ്ങളുടെ കംപ്ലീറ്റ് കമ്പനിയും എല്ലാം നോക്കുന്നത് എല്ലാ എമേർജിങ് മാർക്കറ്റ്സിലാണ് നോക്കുന്നത്. സോ ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്ത കുറേ കൺട്രീസും മോസ്റ്റ്ലി ഓൾമോസ്റ്റ് 22 countries. We are the only online travel company where we are the first ones to start an online travel company over there. So the vision is to basically go and expand into markets where e-commerce doesn't exist. Yes. And create new jobs in that segment and be a catalyst to change those markets at the end of the day. ഇപ്പോൾ CSRൻ്റെ ഒക്കെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ള മറ്റുള്ളവർക്കൊരു ഹാപ്പിനെസ് ഉണ്ടാക്കുക എന്നുള്ളത്. മറ്റുള്ള തികച്ചും സാധാരണക്കാരായ ആ ഹാപ്പിനെസ് ചിലപ്പം പണം കൊണ്ട് മാത്രമായിരിക്കില്ല, ഒരു പന്ത് കൊണ്ട് പോലും ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ ട്രാവൽ വിങ്സിന് കഴിഞ്ഞിട്ടുണ്ട്. അത് കുറേ ടാലൻ്റ് ഉണ്ട് ആഫ്രിക്കയിൽ, എസ്പെഷ്യലി ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ പീപ്പിൾ ലവ് ഫുട്ബോൾ അലോട്ട്. പക്ഷേ കുറേ പിള്ളേർക്ക് നല്ല ഷൂ ഇല്ല, നല്ല കോട്ട്സ് ഇല്ല. കോട്ട് ആവശ്യമില്ല, ബിക്കോസ് അവിടെ എല്ലാം ഗ്രീനാണ്. മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് ഇൻ ആഫ്രിക്ക ലഷ് ഗ്രീൻ, സോ ബ്യൂട്ടിഫുൾ ഫ്രം എ നേച്ചർ പെർസ്പെക്റ്റീവ്. പക്ഷേ ദർ ഇസ് ലോട്ട് ഓഫ് ടാലൻറ്റ്, നോ എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ആ ഫീഫ ടൈമിലാണ് വിചാരിച്ചത് എന്തുകൊണ്ടാണ് ഒരു 10,000-12,000 ബോൾസ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാം, അവിടെ കൊണ്ടുപോയി എല്ലാ കൺട്രീസിലും എല്ലാ ടാലൻറ്റിനും വെറുതെ കൊടുക്കാം, കളിക്കട്ടെ, ലെറ്റ് ദം എൻജോയ്. സോ അങ്ങനെ ഒരു ചെറിയൊരു ഹാപ്പിനെസ് കൊണ്ട് ചെയ്ത ഒരു കാര്യമാണത്. പക്ഷേ ആ വിഷ്വലൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നുമല്ലേ വല്ലാതെ? അതെ, മറ്റൊരു ചിരിക്കുമ്പോൾ അതിൽ നമുക്ക് നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലൈഫിനെ കുറിച്ചുള്ളൊരു കൺസെപ്റ്റിലും ഇപ്പോൾ നമ്മൾ വളരുക, നമ്മൾ കുറേ പണം സമ്പാദിക്കുക, നമ്മളെ സ്ഥാപനം മുന്നോട്ട് പോവുക, അതിലപ്പുറം ഒരു ലൈഫിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? കൊച്ചു തൊട്ടേ എനിക്ക് ഒന്ന് മനസ്സിലായി, വരുമ്പോൾ ഒന്നില്ലാണ്ടാണ് വന്നത്, പോകുമ്പോഴും ഒന്നില്ലാണ്ടാണ് പോകുന്നത്. ആ ഇരിക്കുന്ന ആ ചെറിയ ജേർണിയിൽ എത്ര പേരെ സന്തോഷപ്പെടിക്കാൻ പറ്റുമോ? ഇഫ് യു ക്യാൻ ക്രിയേറ്റ് എ ലെഗസി ബിക്കോസ് ഓഫ് ഇറ്റ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് വാട്ട് ഹാപ്പിനെസ് ഇസ് ഓൾ അബൌട്ട്. ഇപ്പോൾ എത്ര കാശുണ്ടായാലും, ഫോർ എക്സാമ്പിൾ റൈറ്റ്, വീട്ടിൽ പോയാൽ നല്ല സന്തോഷമായിട്ട് നമുക്ക് കുടുംബത്തോടെ ഇരുന്ന് ഉറങ്ങാൻ പറ്റുമെങ്കിൽ ഹീ ഈസ് എ റിച്ച് പേഴ്സൺ. നോട്ട് ഹൗ മച്ച് ഓഫ് മണി യു ഹാവ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട്. ദാറ്റ് ഈസ് ഓൺലി എ കമോഡിറ്റി. ഇന്ന് ഒരു ദിവസം ഉണ്ടാവും, നാളെ ഒരു ദിവസം ഉണ്ടാവത്തില്ല അല്ലേ? അപ്പോൾ apart from being happy at home, if you try to make others also happy, those blessings only will be always there for you. That is a positive energy by itself. അങ്ങനെയാണെങ്കിൽ നമ്മൾ പരാജയപ്പെടില്ല. അതെ. അതോടൊപ്പം തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് ഒരു സ്ഥാപനത്തിലെ എൻ്റെ ജീവനക്കാർ എന്നത്. ഇപ്പോൾ സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരോടുള്ള അപ്രോച്ചിലും ഈ ഒരു ഹ്യൂമൻ ആയിട്ടുള്ള ഒരു എലമെൻറ്റ് തന്നെയാണോ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണുന്നത്? 2 വിഷയമുണ്ട്. വി ഹാവ് ടു ബി വെരി പ്രാക്ടിക്കൽ ആസ് വെൽ അല്ലേ? നമ്മുടെ കയ്യിൽ 5 വിരലുകളുണ്ട്. കൈയുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം ചെയ്യാൻ പറ്റില്ല, ആ വിരൽ വേണം. ആ വിരൽ നല്ലോണം നോക്കിയില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല, കൈയും പൊട്ടിപ്പോവും. സോ എങ്ങനെ സ്ഥാപനം എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത് സെയിം പോലെയാണ് ഈ എല്ലാ വിരലുകളും, എല്ലാ എംപ്ലോയീസും. സോ ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ്.
നമ്മളത് മനസ്സിലാക്കണം. അങ്ങനെ ചെയ്താലേ അവരും മനസ്സായിട്ട് നമ്മളെടുത്ത് ദേ വിൽ ഡു ദ വർക്ക് ടുഗെദർ ആസ് എ ഫാമിലി. ഇല്ലെങ്കിൽ ഒരു ജോലി ഇന്ന് ശമ്പളം കിട്ടുന്നുണ്ട്, അത്രയേ നോക്കത്തുള്ളൂ. സോ വി ആർ ട്രൈങ് ടു മേക്ക് ദിസ് എ ഫാമിലി. ഐ മീൻ ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ എന്തെങ്കിലും നല്ല ഒരു അച്ചീവ്മെൻറ്റ് ചെയ്താൽ അന്ന് തന്നെ ഓഫീസിൽ എല്ലാവരും കൂടും, ഭക്ഷണം മേടിക്കും, ഒരുമിച്ചിരുന്ന് കഴിക്കും. ചിലപ്പോൾ കുറേ പേരുണ്ടെങ്കിൽ ഫ്ലോറിൽ തന്നെ പേപ്പറിട്ട് എല്ലാവരും താഴെ ഇരുന്ന് കഴിക്കും. സോ ദാറ്റ്സ് എ ഫാമിലി തിങ്. വി ഈവൻ ഡു എ ലോട്ട് ഓഫ് തിങ്സ് ലൈക്ക് ചിലപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് വരും, സ്റ്റൗസ് ഒക്കെ മേടിച്ച് വെച്ചിട്ട് വി കുക്ക് ടുഗെദർ. വൈ വി കുക്ക് ടുഗെദർ? ബിക്കോസ് ആസ് എ ഹ്യൂമൻ, എനി ഹ്യൂമൻ ബീങ്, വെദർ ഇറ്റ്സ് എ ഗേൾ ഓർ എ ബോയ്, ആക്ച്വലി കിച്ചൺ ഇസ് എ വെരി emotional place. That is where your mother makes food for you or your wife makes food for you, and that is what gets into your body. So if you're able to cook with your team completely, it becomes a family by itself. So team is not a team, it is a family. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേറെ എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ? ഒരു HR എന്നൊക്കെ ഉള്ളത് അതിൻ്റെ അപ്രോച്ചും ആ രീതിയിൽ തന്നെയാണോ? See, HR policies and everything is normal around the club, but I think there are certain important nuances that we have to do as a business leader. ഇപ്പോൾ ആരെങ്കിലും ഒരു എംപ്ലോയി ഒന്ന് നല്ലോണം ജോലി ചെയ്തെന്ന് വെച്ചാൽ ഹീസ് ഡൺ എ ഫാന്റാസ്റ്റിക് ജോബ്, മറ്റവരാണെങ്കിലും ഒരു അപ്രീഷിയേഷൻ ലെറ്റർ കൊടുക്കും, ഒരു ഇമെയിൽ അയക്കും. അത് ഞങ്ങൾ ലാസ്റ്റിലാണ് ചെയ്യാറ്. What we do is first we call the person on the floor or get a conference call with all the 34 countries, get him on the call, get everybody there, and I will be telling to the entire team, this happened because of this guy. So you should always appreciate the person in public. You should shout at him in private. ഈ ഇൻസ്പിറേഷൻ വലിയ തോതിൽ കിട്ടുമല്ലോ സ്റ്റാഫിന് അത്തരം ഒരു ഘട്ടത്തിൽ. പിന്നെ കേൾക്കുന്നവർക്കും ഞാനും എനിക്കിങ്ങനെ കിട്ടണമെന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടാവും. നല്ലോണം ചെയ്ത ആൾക്ക് ഞാൻ ചെയ്തതിന് എനിക്ക് റെക്കഗ്നീഷൻ കിട്ടിയെന്ന് പറയും. കാശല്ല ഓൾവേസ് റെക്കഗ്നീഷൻ, ഇറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് ഹാപ്പിനെസ് അല്ലേ. അപ്പോൾ അവർക്കൊരു ഫീൽ ചെയ്യും നമ്മുടേത് തന്നെയാണ് ഈ സ്ഥാപനം എന്നുള്ളത്. അതെ, ഓബ്വിയസ്ലി. സി ഇമോഷൻസ്, വെദർ ഇറ്റ് ഇസ് ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ് ആയിരിക്കട്ടെ, ഓഫീസിലിരിക്കുന്ന കൾച്ചർ ആയിരിക്കട്ടെ, വീട്ടിലിരിക്കുന്ന, നമുക്കെല്ലാം സ്പ്ലിറ്റാക്കാൻ പറ്റില്ല. വി ഹാവ് ടു കീപ്പ് ഇറ്റ് ദ സെയിം വേ. ഇമോഷണലി ഇഫ് യു ആർ ഏബിൾ ടു മേക്ക് എ പേഴ്സൺ ഹാപ്പി, I think that is what will make them do better. I mean, there are so many ways of looking at it. If a staff has made a mistake, for instance, one of our team members has made a mistake, I think the first thing as leaders, we don't straight away go and point the finger at that person, you made this mistake. I think one thing I believe in life, right? When you point one finger, there are 4 fingers pointing back at you. So the question is, have we done everything properly first? ശരിക്കും ട്രെയിനിങ് കൊടുത്തോ, ശരിക്കും ഇൻഫ്രാസ്ട്രക്ചർ കൊടുത്തോ, നമ്മൾ ശരിക്കും മോണിറ്റർ ചെയ്യുന്നുണ്ടോ? അതെല്ലാം നമ്മൾ ചെയ്തില്ലെങ്കിൽ അവിടെ തെറ്റ് എന്തായാലും നടക്കും. സോ ഫസ്റ്റ് ഒരു സ്റ്റാഫിനെ പോയിന്റ് ചെയ്യുന്ന മുമ്പ് വി ഹാവ് ടു ലുക്ക് അറ്റ് അവർ സെൽവ്സ്. നമ്മളെല്ലാം ശരിക്കും ചെയ്യുന്നുണ്ടോ? ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുശേഷം വി ഹാവ് ടു ലുക്ക് അറ്റ് വാട്ട് നെക്സ്റ്റ്. അത് നമ്മൾ നോക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുവാറെന്ന് പറഞ്ഞാൽ, ഹൗ ഡു ഐ സീ ദിസ്, സെൽഫ് റിയലൈസേഷൻ ഇസ് ബേസിക് ദ ബെസ്റ്റ് വേ ഓഫ് കറക്റ്റിംഗ് സംബഡി. കമ്പെടുത്തിട്ട് ചെയ്യുന്ന കാര്യമൊക്കെ ഇപ്പോൾ ആ കാലമൊക്കെ പോയി, ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. ഇപ്പോൾ പല സ്ഥാപനങ്ങളുമായിട്ട് അതിൻ്റെ ഓണേഴ്സൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ അവരും പറയുന്നതാണ് സ്റ്റാഫ് കമ്മിറ്റഡ് അല്ല, അവർ നമ്മൾ വിചാരിക്കുന്ന ഒരു മിഷനിലേക്ക് നിൽക്കുന്നില്ല. അത് ഒരു പക്ഷേ അവരുടേത് കൂടി ഒരു പ്രശ്നമായിരിക്കില്ലേ? ഇല്ല, അത് ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയാണ്. എൻ്റെ അച്ഛൻ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ജനറേഷനിൽ അച്ഛനൊക്കെ ഒരു 35 കൊല്ലം ഒരേ കമ്പനിയിലുണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് 10 കൊല്ലം ഉണ്ടായിരുന്നു. ഇനി എൻ്റെ പിള്ളേർ 2 മാസം ഉണ്ടാവും. ദാറ്റ്സ് ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി. തിങ്സ് ആർ ചേഞ്ചിങ്. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കുറേ ഓപ്ഷൻസ് ഉണ്ട്, AI ഈസ് കമ്മിങ് ഇൻ, കുറേ ടാലൻ്റ് ഉണ്ട്, കുറേ ഐഡിയാസ് ഉണ്ട്. വി ഹാവ് ടു ബി വെരി പ്രാക്ടിക്കൽ ദാറ്റ് ദ ലൈഫ് ഇസ് ചേഞ്ചിങ്. 50 വർഷത്തിന് മുമ്പ് മൊബൈൽ ഫോൺസൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ വേറെ ഒരു വിധമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വി കമ്മ്യൂണിക്കേറ്റ് ഡിഫറെൻ്റ്ലി. നാളെ ഒരു സ്ഥാപനം നടക്കുമ്പോൾ ഇറ്റ് ഇസ് ഗോയിങ് ടു ചേഞ്ച് കംപ്ലീറ്റ്ലി. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഈ സ്റ്റാഫും യാത്ര ചെയ്യുമോ? സ്റ്റാഫ് അതെ, അവർ ചെയ്യണം. ഒരു കസ്റ്റമറിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലണ്ടനിൽ ഇത് ചെയ്യണം, അത് ചെയ്യണം, ഈ സമയത്ത് പോകണം, ആ സമയത്ത് പോകണം എന്ന് പറഞ്ഞാൽ ബുക്കിലിരുന്ന് പറയുന്ന നാട്ടിലും അവർ പോയി അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വന്ന് പറയുമ്പോൾ അതിൻ്റെ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ദേ കൻ ഗിവ് ദെയർ ആക്ച്വൽ ആസ്പെക്ട്സ്. ഇത് നിങ്ങൾ ഇത് ചെയ്യരുത്, ഞാൻ ചെയ്തപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. They can give an actual consultation in terms of what is required. ഇപ്പോൾ ആൽബർട്ട്, നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ കുറേ ആളുകൾ ഇപ്പം 10 ഇയർ 20 ഇയേഴ്സ് 30 ഇയേഴ്സ് ഒക്കെ ഇവിടെ ജീവിച്ച് പോകുന്നുണ്ട്. പക്ഷേ ഒരു യാത്ര പോലും ചെയ്യുന്നുണ്ടാവില്ല. ആകെ ഇടയ്ക്ക് ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ അവരുടെ നാട്ടിലേക്ക് പോകുന്നു. ഈ ആളുകളോട് എന്താണ് പറയാനുള്ളത്? So there are 2-3 ways of looking at it, right? Life എന്ന് വെച്ചാൽ it has to be happy. അപ്പോൾ എല്ലാവർക്കും ഡെഫിനിഷൻ ലൈഫിൽ എന്താണ് ഹാപ്പിനെസ് നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദർ ഇസ് വൺ തിങ് ദറ്റ് ഐ ഹാവ് ടു സേ. നാട്ടിൽ പോകുമ്പോൾ ഇപ്പോൾ കുറേ പേര് നാട്ടിൽ മട്ടും പോകുന്ന ആൾക്കാർ 95% ഓഫ് ദം അവരുടെ ഫാമിലീസ് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് അവർ മാക്സിമം നാട്ടിലേക്ക് പോകുന്നത് അല്ലേ.
ഇവിടെ ഫാമിലീസ് ഇരിക്കുന്ന ആൾക്കാർ 50% നാട്ടിലേക്ക് പോകും, എവിടെയെങ്കിലും ഒന്ന് വേറെ ഒരു ജോർജിയോ എവിടെയെങ്കിലും ഒന്ന് ട്രാവൽ ഉറപ്പായിട്ട് ചെയ്യും. അപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് പോയി വേറെ സ്ഥലത്ത് പോയി ഇത് ചെയ്യാൻ പറ്റില്ല. ഓൾ ഐം ട്രൈങ് ടു സേ ഈസ് ദാറ്റ് വെൻ യു ഗോയിങ് ബാക്ക്, ഗോ ബാക്ക് ടു യുവർ ഹോം ടൗൺ, ടേക്ക് യുവർ ഫാമിലി ആൻഡ് ഗോ ഔട്ട് ഫോർ എ ട്രിപ്പ്. അവരവിടെ തന്നെ നാട്ടിൽ തന്നെ ഉണ്ട്, അവരെ വേറെ ഒരു സ്ഥലം കാണുന്നില്ല. ഷോ ദം ദ വേൾഡ്, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി അബൌട്ട് എക്സ്പ്ലോറിങ് ആൻഡ് സന്തോഷമില്ല. ഒவ்வொரு രാജ്യത്ത് പോകുമ്പോൾ കുറേ പഠിക്കും, കുറേ വിഷയങ്ങൾ നമ്മൾ പഠിക്കും. ആ പഠിക്കുന്ന അവരുടെ പിള്ളേർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കും. അവർക്ക് ലോകത്തിന് ഒരു ഡിഫറെൻറ്റ് വേ ആയിട്ട് നോക്കാൻ പറ്റും. അതായത് സ്കൂളിലൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന അതേ വാല്യൂ തന്നെയാണ് അവർ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത്. എക്സാക്ട്ലി. പിന്നെ അവർക്ക് ബിക്കോസ് വേൾഡ് ഈസ് ഗെറ്റിംഗ് സ്മോളർ. വെൻ ദ വേൾഡ് ഈസ് ഗെറ്റിംഗ് സ്മോളർ, കമ്മ്യൂണിക്കേഷൻ ബിക്കംസ് മച്ച് മോർ ഈസിയർ. പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. അവിടെ വെൻ യു ട്രാവൽ അറൗണ്ട് ദ വേൾഡ്, ഇങ്ങനെ ഈ രാജ്യത്തെ ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്. It's also not just about traveling and exploring and having fun. It's about educating yourself and learning the whole world. ഇത് സ്പെൻഡ് ചെയ്യുമ്പം അതൊരു വലിയ തുക വരുമെന്നുള്ള പേടിയാണ് പലരെയും മാറ്റി നിർത്തുന്നത്. എനിക്ക് തോന്നുന്നു ഈ ദുബായ് പോലുള്ള സ്ഥലത്തു നിന്നൊക്കെ യാത്ര വളരെ ഇപ്പോൾ ബജറ്റ് എയർലൈൻസും എല്ലാം ഉള്ളതുകൊണ്ട് അത്ര വലിയൊരു ചിലവ് വരാതെ തന്നെ ആളുകൾക്ക് യാത്ര നടക്കുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 30-40 വർഷത്തിന് മുമ്പ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ദുബായ് ട്രാൻഡ്രം ദുബായ് ടിക്കറ്റ് used to be 5,000 dirhams per person. Because ആ സമയത്ത് ലോ കോസ്റ്റ് കാരിയേഴ്സ് എല്ലാം ഒന്നുമില്ല, റൈറ്റ്? സോ വി യൂസ് ടു പേ ദാറ്റ് കൈൻഡ് ഓഫ് എമൗണ്ട്. അച്ഛൻ യൂസ് ടു സേവ് മണി ഫോർ ദ ഹോൾ ഇയർ. അത് സേവ് ചെയ്തിട്ട് അങ്ങനെ തന്നെ 2 ടിക്കറ്റ് മേടിച്ചിട്ട് നാട്ടിൽ പോയിട്ട് വരും, തീർന്നു. അതുകൊണ്ട് കുറേ പേർ 2 വർഷത്തെ വർക്കാണ് പോയിട്ട് വരുന്നത്. ഇപ്പോൾ തിങ്സ് ഹവ് ചേഞ്ച്ഡ് കംപ്ലീറ്റ്ലി. ഒരു 1,500 dirhams ഉണ്ടെങ്കിൽ you can go to a holiday in Georgia and everything and just come back. ആളുകളിപ്പം 1 ഇയർ അല്ലെങ്കിൽ 2 ഇയറിൽ ഇപ്പോൾ നാട്ടിലേക്ക് പോകാനൊരു പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടോ? നേരത്തെ അതിനുള്ള ഒരു എമൗണ്ട് കാണുന്നു, പ്ലാൻ ചെയ്യുന്നു. ഈ പ്ലാനിങ്ങിൽ അവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ മറ്റേതെങ്കിലും ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ അവരെങ്ങനെ എളുപ്പത്തിൽ ഒരു പ്ലാനിങ് എങ്ങനെ അവർക്ക് രൂപപ്പെടുത്താൻ പറ്റും? അതിന് കുറേ റൗട്ട്സ് ഉണ്ട്. സോ ദർ ആർ സോ മെനി റൗട്ട്സ് ഇൻ ടേംസ്. ഇപ്പോൾ ഇൻഡിഗോ തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഓർ എയർ ഇന്ത്യ ഓർ വാട്ട് എവർ, വി ആർ ടോക്കിംഗ് അബൌട്ട് ഗോയിങ് ബാക്ക് ടു കേരള ആൻഡ് ഗോയിങ് ഫ്രം ദാറ്റ്, അല്ലേ? സോ മെനി കാരിയേഴ്സ് നാട്ടിൽ തന്നെ പോകുന്നത്. സോ ഇവിടുന്ന് ടിക്കറ്റ് മേടിക്കുന്നത് വെറും ദുബായ് ടു ഇന്ത്യ മാത്രം മേടിക്കരുത്. ആ ഇന്ത്യൻ കാരിയറിൽ ദുബായ് വയ ഇന്ത്യ ടു സം അതർ കൺട്രി. അപ്പോൾ നാട്ടിൽ പോയിട്ട് അവിടെ കുറച്ച് ദിവസം ഇരുന്നിട്ട് അടുത്ത ഫ്ലൈറ്റ് എടുത്ത് ആ സെയിം ഫെയറിൽ തന്നെ നമുക്ക് അവിടെയും പോയിട്ട് തിരിച്ചു വരാം. ഇറ്റ്സ് മച്ച് മോർ ചീപ്പർ. അതോടൊപ്പം തന്നെ ഈ കോവിഡൊക്കെ വന്നതിന് ശേഷം ആഫ്റ്റർ ദ കോവിഡ് ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം പരമാവധി യാത്ര ചെയ്യുന്നു, നല്ല ഹോട്ടലിൽ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നു, ലൈഫിനെ കുറിച്ചുള്ളൊരു അപ്രോച്ച് മാറിയിട്ടുണ്ട്, അല്ലേ? In fact, global statistics, especially in the Middle Eastern market, I think Middle East was one of those markets which really rebounded much faster than the world. Yes. Because എന്തുകൊണ്ടെന്നറിയോ, ഇവിടെ almost 90% of the population are expatriates. Yes. Full GCCയിൽ അങ്ങനെയാണ്. Lot of expatriates. അവിടുത്തെ ആൾക്കാർ വളരെ കുറവാണ്. So they wanted to travel. And when they could not go to India, they started going to other places. They realized it is much better. അങ്ങനെ travel has started booming up to a different level. Flights are completely full throughout the year. പണ്ടൊക്കെ ജൂൺ ജൂലൈയിൽ ഫുള്ളായിരിക്കും, ഡിസംബറിൽ ഫുള്ളായിരിക്കും, ഇല്ലെങ്കിൽ ഓണ സമയത്തിൽ ഫുള്ളായിരിക്കും. ഇപ്പോൾ അങ്ങനെയല്ല, ത്രൂ ഔട്ട് ദ ഇയർ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫുൾ. അതോടൊപ്പം തന്നെ ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ മാത്രമല്ല, ഇപ്പോൾ ഉംറ ഉൾപ്പെടെയുള്ള ഒരു വിശുദ്ധ ഗേഹങ്ങളിലേക്കുള്ള യാത്ര, അതൊക്കെ ആളുകൾ വലിയ താല്പര്യം എടുക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ലൊരു പുതിയൊരു രീതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് 11 ക്ലിക്സിലൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഉംറ നിർവഹിച്ച് മടങ്ങാവുന്ന, അത്രയും പിന്നെ ഏറ്റവും എളുപ്പത്തിൽ നടക്കാവുന്നൊരു പ്രോസസ്സായിട്ട് കാണുന്നത്. അതേക്കുറിച്ചൊന്ന് പറയാമോ? So Travel Wings for Umrah തുടങ്ങിയത് was with a very different vision. Okay, so I'm a Christian. Yes. Okay, but we believe in all religions, and every religion has its own purity and very important aspect, right? If I look at the world statistics, especially in Umrah, there is a big segment of customers who wants to go for Umrah. Yes. There is a big set of customers who have not even thought of going for Umrah, who are supposed to be going for Umrah. So how can we facilitate it easily for them and make them think that, okay, ഞാൻ പോകാൻ തോന്നിയില്ല, പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ അതുണ്ട്. ബിക്കോസ് പണ്ടെന്ന് വെച്ചാൽ ആക്സസിബിലിറ്റി ആണ് പ്രശ്നം. എവിടെ നിന്നാണ് ബുക്ക് ചെയ്യുക? ഏതെങ്കിലും ട്രാവൽ ഏജൻസിൽ ഇപ്പോൾ ബുക്ക് ചെയ്യണം, ഇവിടെ ബുക്ക് ചെയ്യണം, അതാണ് കുഴപ്പം. ആക്സസ് ഇല്ലെങ്കിൽ അത് മറന്നു പോകും. ഇപ്പോൾ ആക്സസ് ഇരിക്കുമ്പോൾ മനസ്സിൽ വരും, ഓ ഞാനും പോയാൽ എന്താ. So how can we be a part of a catalyst of increasing Umrah traffic within the country? അതായിരുന്നു the biggest trigger towards it.
പിന്നെ ഹൗ ടു മേക്ക് ഇറ്റ് ഈസി വെൻ സംതിങ് ഇസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജോർജിയ ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ആസ് എ ഡെസ്റ്റിനേഷൻ പറയാം. പണ്ട് ആരും ജോർജിയ പോയില്ല, പക്ഷേ ദ മൂമെൻറ്റ് ഇറ്റ് ബിക്കെയിം വീസ ഓൺ അറൈവൽ ഓൾമോസ്റ്റ് എല്ലാവരും പോയി അവിടെ അല്ലേ. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ആക്സസിബിലിറ്റി. കയ്യിലുണ്ടെങ്കിൽ യു വിൽ സ്റ്റാർട്ട് ഗോയിങ്. സോ പക്ഷേ ഉംറയ്ക്ക് പോകുന്ന നല്ല ഒരു കാര്യമാണ്. അപ്പോൾ ട്രാവൽ വിങ്സിൻ്റെ കാരണമായിട്ട് ഇഫ് ഐ എം ഏബിൾ ടു ക്രിയേറ്റ് ദറ്റ് ആക്സസിബിലിറ്റി, പോവാത്ത കുറേ പേർ ഇപ്പോൾ പോകാൻ തുടങ്ങിയില്ലെങ്കിൽ അത് ഞങ്ങൾക്ക് ബ്ലെസ്സിങ്സേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഈ ഹറമിൻ്റെ അടുത്തൊരു താമസ സൗകര്യം, അങ്ങനെയുള്ള കുറേ കൺസേണുകൾ ആളുകൾക്കുണ്ട്. അതൊക്കെയും ഈ ഒരു ഇതിലൂടെ തന്നെ ട്രാവൽ വിങ്സിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അതെ, ഞങ്ങളുടെ കംപ്ലീറ്റ് കോൺട്രാക്ട്സ് ഇസ് കംപ്ലീറ്റ്ലി വിതിൻ ദാറ്റ് വെസിനിറ്റി. വേറെ പുറത്തുനിന്ന് വേറെ കുറേ ദൂരത്തിലുള്ള ഹോട്ടൽസ് ഒന്നുമില്ല. സോ ആ പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ ട്രാവലിങ്സ് ഉംറയിൽ പോയാൽ അവിടെ വേറെ ഒന്നും കിട്ടത്തില്ല. ഇറ്റ്സ് ഓൺലി അബൌട്ട് ദ ഹോട്ടൽസ് വിതിൻ ദാറ്റ് വെസിനിറ്റി. ഡ്രൈവേഴ്സും ശരി, ട്രാൻസ്ഫേഴ്സും ശരി, ഉംറയ്ക്കുള്ള വിസ ആയാലും ശരി, അവിടുത്തെ സൈറ്റ് സീയിങ് ആയാലും പിൽഗ്രിമേജ് സൈറ്റ് സീയിങ് ആയാലും സ്പെഷ്യൽ ഗൈഡ്സ് ആയാലും ഏത് ലാംഗ്വേജിലുള്ള ഗൈഡ്സ് ആയാലും എല്ലാം ഇസ് ഓൺലി ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ഫ്ലൈറ്റ്സ് ഉൾപ്പെടെ എല്ലാം. മക്കയും മദീനയൊക്കെ ഉൾപ്പെടുന്നു. എല്ലാം ഉൾപ്പെടെ. എത്ര ഡേയ്സ് എടുക്കുന്നുണ്ടാവും അതിൻ്റെ ഒരു? നിങ്ങൾ പുറത്താണ്. ഇഫ് യു വോണ്ട് ടു ഗോ ഫോർ 5 days നമുക്ക് ചെയ്യാം. ഇഫ് യു വോണ്ട് ടു ഗോ ഫോർ 10 days, 15 days, 1 month, 3 days, 2 days എല്ലാം ഉണ്ട്. നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക. എനിക്ക് ഈ ഡേറ്റിൽ പോകണം, ഈ ഫ്ലൈറ്റ് എടുക്കണം, എനിക്ക് ഈ ഹോട്ടൽ ഈ ബഡ്ജറ്റിൽ വേണം. നിങ്ങൾ തന്നെ ബുക്ക് ചെയ്യാം. എനിക്ക് ഈ ഹോട്ടൽ വേണ്ട, അല്ലെങ്കിൽ ഈ ഹോട്ടൽ എനിക്ക് വേണം. യു ക്യാൻ ബുക്ക് ഇറ്റ്. സോ ഇറ്റ്സ് കംപ്ലീറ്റ് എ ഡൈനാമിക് എൻജിൻ. എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് എന്ത് വേണോ അങ്ങനെ നിങ്ങൾക്ക് ബുക്ക്. എന്ത് റെസ്പോൺസാണ് കിട്ടുന്നത് ഇപ്പോൾ ഇതിന്? സോ വി ഹവ് സ്റ്റാർട്ടഡ്. ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 2 മാസമായി. ഗോഡ്സ് ഗ്രേസ് ഇറ്റ് ഹാസ് ബീൻ ഗോയിങ് വെൽ. ഐ തിങ്ക് ഇറ്റ് വിൽ ക്യാച്ച് അപ്പ് വെൽ ബിക്കോസ് ജൂലൈയിലെ തുടങ്ങുന്ന ഉംറ. ഇപ്പോൾ ഐ തിങ്ക് സെപ്റ്റംബറിൽ കുറേ പേർ പോയി ഞങ്ങളുടെ കൂടെ. ദേ വർ വെരി ഹാപ്പി. സോ അതിന്ന് ലേണിങ്സ് തിരിച്ചെടുക്കുന്നുണ്ട്, ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട്. പിന്നെ അഗെയിൻ ട്രൈങ് ടു ബിൽഡ് എ ബെറ്റർ എക്സ്പീരിയൻസ് ആസ് സച്ച്. പിന്നെ അത് മാത്രമല്ല പിന്നെ മറ്റേ ട്രെയിൻസ് ഉണ്ടല്ലോ, അതും ഞങ്ങളുടെ സിസ്റ്റത്തിൽ കംപ്ലീറ്റ്ലി ഉണ്ട്. ഡൈനാമിക് ട്രെയിൻസ്, ആ കംപ്ലീറ്റ് ട്രെയിൻസും കംപ്ലീറ്റ്ലി ഉണ്ട്. എങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യുന്നത് ഈ ട്രാവൽ ഫീൽഡിൻ്റെ ഒരു ഫ്യൂച്ചർ എന്നുള്ളത്? ആഫ്രിക്കൻ മാർക്കറ്റിലാണോ ഇല്ലെങ്കിൽ ഓവറോൾ ദ ട്രെൻഡ് ഇസ് ചേഞ്ചിങ്. Continent wise it is changing. Okay, UAE market or Middle Eastern market is growing drastically. African market is very interesting because 1.4 billion people ഉണ്ട് 54 countries. 54 countries ഉണ്ട് അവിടെ. അതിൽ 1.4 billion people ഉണ്ട്. ആ 1.4 billion people 60% are less than the age of 24. Youngsters, young mind, അവരുടെ തോട്ട് പ്രോസസ് വേറെയാണ്. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു എക്സ്പ്ലോഡ് ഇൻ എ വെരി ബിഗ് വേ. നാട്ടിൽ തന്നെ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ആ യങ്സ്റ്റേഴ്സ്. അതുകൊണ്ട് ട്രാവൽ ഇങ്ങനെ ബൂമായിക്കൊണ്ടിരിക്കുന്നത്. സോ ഐ തിങ്ക് ഏഷ്യൻ റീജൻ, അപാക് റീജൻ, മിഡിൽ ഈസ്റ്റേൺ ക്ലസ്റ്റർ ആൻഡ് ലാറ്റിൻ അമേരിക്കൻ റീജൻ ഈസ് ഗോയിങ് ടു ഗ്രോ മച്ച് ഫാസ്റ്റർ ദാൻ ദ യൂറോപ്യൻ സെഗ്മെൻറ്റ് ആൻഡ് ദ US സെഗ്മെൻറ്റ്. ഇപ്പോൾ ഈ രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ് കുറച്ച് കൂടുതൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങാൻ പോകുന്നത്. ഇപ്പോൾ ടെക്നോളജിയൊക്കെ അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ടെക്നോളജി ഇസ് ഗോൺ ടു ഡിഫറെൻ്റ്. ഇപ്പോൾ AI വന്നിട്ട് ദേ ആർ ചേഞ്ചിങ് എ ലോട്ട് ഓഫ് തിങ്സ്. എല്ലാവർക്കും പേടിയുണ്ടാവും AI വന്നാലേ ഞങ്ങളുടെ ജോലി പോകുമെന്ന് വെച്ചാൽ. ഇല്ല, ഐ തിങ്ക് എഫിഷ്യൻസി കൂടും. നമ്മളെല്ലാവരും അങ്ങനെയാണ് നോക്കേണ്ടത്. AI ഇല്ലെങ്കിൽ ഞാനൊരു 10 ജോലി ചെയ്യാൻ പറ്റി. ഇപ്പോൾ AI കൊണ്ട് എനിക്ക് 15 ജോലി ചെയ്യാൻ പറ്റി. 15 ജോലി ചെയ്താൽ അത്ര ദൂരം എക്സിക്യൂഷൻ നടന്നു. അത്ര ദൂരം എക്സിക്യൂഷൻ നടന്നാൽ അത്ര ദൂരം ബിസിനസ്സായി. അത്ര ദൂരം ബിസിനസ്സായി അത്ര ദൂരം പ്രോഫിറ്റായി അവർക്ക് കൂടുതൽ ശമ്പളം കിട്ടും. സോ ഇഫ് യു റിയലി ലുക്ക് അറ്റ് ഇറ്റ്, എഫിഷ്യൻസി കൂടുമ്പോൾ എല്ലാവരും ആണ് ഈസ് ബെനിഫിറ്റിംഗ് ഔട്ട് ഓഫ് ഇറ്റ്. ഇപ്പോൾ നമ്മൾ ടെക്നോളജിയെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അതോടൊപ്പം തന്നെ ട്രാവൽ വിങ്സ് എത്ര കണ്ട് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, എത്ര കണ്ട് നിങ്ങളുടെ പ്ലാനുകളിലും പദ്ധതികളിലൊക്കെ ഈ ടെക്നോളജി അപ്ഗ്രേഡേഷൻ മറ്റും വരുന്നുണ്ട്? സോ travelwings.com is a tech driven company. ടെക് ഇല്ലെങ്കിൽ ട്രാവൽ വിങ്സ് ഇല്ല, റൈറ്റ്? ഇറ്റ്സ് എ പ്യുവർ ടെക്നോളജി കമ്പനി. പക്ഷേ വി ഹാവ് ഇൻവെസ്റ്റഡ് എ ലോട്ട് ആൻഡ് ക്രിയേറ്റ് എ ലോട്ട് ഓഫ് ഡിഫറൻഷ്യൽ അഡ്വാൻറ്റേജസ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, എവിടെ പോയാലും നിങ്ങൾക്ക് ഇപ്പോൾ യു വോണ്ട് ഗോ ഇൻ എക്കോണമി ക്ലാസ്, കം ബാക്ക് ഇൻ ബിസിനസ് ക്ലാസ്, അങ്ങനെ സെർച്ച് ചെയ്യാൻ പറ്റില്ല. ട്രാവൽ വിങ്സിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, ആ പാസഞ്ചർ ഇൻഫർമേഷൻ പേജ് വരുമ്പോൾ എല്ലാവരുടെ പേര്, എല്ലാവരുടെ പാസ്പോർട്ടിൽ എല്ലാം ഇട്ടും ഒരു 10 മിനിറ്റെങ്കിലും എടുക്കും എല്ലാം ചെയ്യാനായിട്ട്. ഞങ്ങൾക്കിത് വി ഹവ് ക്രിയേറ്റഡ് അൽഗോരിതംസ് വേറെ. ഇപ്പോൾ ഞാൻ എൻ്റെ ബുക്ക് ചെയ്യണമെങ്കിൽ പാസഞ്ചർ ഇൻഫർമേഷൻ പേജ് വരുമ്പോൾ ഐ ഓൺലി സീ എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് മൈ ഫാമിലി. എൻ്റെ ഫാമിലിയുടെ ഒരു പിക്ചർ ഉണ്ടോ, അത് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്താൽ മതി, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി ഫിൽ ആയിക്കോളും. സോ വി ക്രിയേറ്റഡ് എ ലോട്ട് ഓഫ് സച്ച് ഇന്നോവേറ്റീവ് technological enhancements which honestly doesn't exist in
99% of the online travel companies today. അതാണ് ഇപ്പോൾ ഈ ഉംറയിലേക്ക് പോകുമ്പോൾ 11 ക്ലിക്സുകൾ മാത്രം നൽകിയാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി. അതെ, ഞങ്ങൾ സോ അതിങ്ങനെ എടുത്തിട്ട് ദെൻ വി സ്റ്റാർട്ടഡ് ഇംപ്ലിമെൻറ്റിംഗ് ഓൺ ഉംറ. സോ കംപ്ലീറ്റ്ലി ഡൈനാമിക് എഞ്ചിൻ. ഇപ്പോൾ അങ്ങനത്തെ എഞ്ചിൻസ് ഇവിടെ കുറേ ഇല്ല. പ്രൈസ് മാക്സിമം കുറച്ച് കിട്ടും ആളുകൾക്ക് ഇത് ചെയ്യുമ്പോൾ, ഉംറക്കൊക്കെ പോകുമ്പോൾ. അതെ, your prices can go down to even 1,900 or 2,000 dirhams per person, including flight, including hotel, including transfers, including everything. It's amazing. Yeah. സോ ഫാറുള്ളൊരു ജേർണി എടുത്തു കഴിഞ്ഞാൽ ഹാപ്പിയാണ്. അതെ, ലേണിംഗ് എവറി സിംഗിൾ ഡേ. ഇറ്റ്സ് എ ഫാൻറ്റാസ്റ്റിക് ജേർണി. കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഇൻ ലൈഫ്. സോ started the company, made mistakes, learned how to start company, but also learned how to shut down companies, which is a much more difficult thing. So you learned from that, then started Travel Wings, never gave up. പിന്നെ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ദൈവം സഹായിച്ചപ്പോൾ 34 കൺട്രീസിലായി. ഒരു 4 കൊല്ലത്തിൽ എന്തായാലും 50 കൺട്രീസ് ആകും. ഇപ്പോൾ ലൈഫിലും കുറേ സ്ട്രഗിൾസും സെറ്റ് ബാക്കൊക്കെ ഉണ്ട്, അതിനൊക്കെ നമ്മൾ മറികടന്നു. ലൈഫിൽ സ്ട്രഗിൾസ് വേണം, ഇല്ലെങ്കിൽ മൂളി വരാൻ പറ്റില്ല. ആ വേദന കണ്ടവനെ അതിൻ്റെ സക്സസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അതിൻ്റെ വില എന്താണെന്ന് അറിയത്തില്ല. ലൈഫ് തന്നെ അങ്ങനെയല്ലേ. എ ചൈൽഡ് ജനിച്ചു, നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു 10,000 പ്രാവശ്യങ്ങൾ വീണ ശേഷമാണ് ദ ചൈൽഡ് ലേൺസ് ഹൗ ടു വാക്ക്. When a mother is giving birth to a child, if there is no pain, there is no birth. So life, the nature itself is like that, no pain, no gain. So you have to go through some pain to get some gain. ഞാൻ ആൽബർട്ടോ ഇത്രയും നേരം നമ്മൾ കേട്ടിരിക്കുകയായിരുന്നു, ഞാൻ ചോദിക്കായിരുന്നില്ല. ഒരു ഇൻസ്പിറേഷനായിട്ട് മാറുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുന്ന ആളുകൾക്കും തീർച്ചയായിട്ടും ഒരു വലിയ ഇൻസ്പിറേഷനായിരിക്കും. ലൈഫിൻ്റെ ഒരു അപ്രോച്ച്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സുകൾ എടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം, അതിലൂടെ നമ്മൾ മാത്രമല്ല മറ്റുള്ളവരും ഹാപ്പിയായി നിൽക്കുന്നൊരു സാഹചര്യം. എന്തായാലും ഈ ട്രാവൽ വിങ്സ് അതിൻ്റെ ചിറകുകൾ ഇനിയും മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു സോ മച്ച്.